രക്ഷപ്പെടാൻ സമ്മതിക്കൂല അല്ലേ? രക്ഷപ്പെട്ടു വരുമ്പോൾ കഷ്ടപ്പെടുന്ന ടീമുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ ഏതെങ്കിലും ടീമിന് കസേരയിട്ട് കൊടുക്കാമെങ്കിൽ ആ ടീമിന്റെ പേരാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഏറ്റവും മികച്ച പ്രകടനത്തോടുകൂടി പ്ലേ ഓഫിലേക്കുള്ള സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് വീണ്ടും വീണ്ടും കഷ്ടപ്പാടുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വജ്രായുധങ്ങളിൽ ഒന്നായ ജെയ്മി ഓവർട്ടൺ കൂടി ഈ സീസണിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ടുമാണ്. പരിക്കുകൾ കാരണം ഓവർട്ടൺ പോകുമ്പോഴേ ബൗളിങ്ങിൽ ഡെത്ത് ഓവറുകളിൽ ഓവർട്ടന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാം, ബാറ്റിംഗിൽ ഓവർട്ടൺ നൽകുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാം. ഇതിനിടയിൽ ഓവർട്ടൺ കൂടി പോകുമ്പോൾ അതിന് പകരം ആരാകും എന്നുള്ളത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചോദ്യമായിരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങൾക്കിടയിലും ചെന്നൈ പറയുന്നുണ്ടാവും, ഞങ്ങൾ ഞങ്ങളുടെ ആത്മവിശ്വാസത്തോടു കൂടി ഉള്ള ടീമിനെ കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്തിയിരിക്കും, 6ാമത്തെ കിരീടവും നേടിയിരിക്കും എന്നുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര താരങ്ങൾക്കാണ് പരിക്ക് വന്നത്. അവരുടെ തല സാക്ഷാൽ MSTക്ക് ഈ സീസണിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടില്ല, നേതൃനിരേസ് ഈ സീസണിന്റെ ഭാഗമായിട്ടില്ല. ആയുഷ് മേത്രയെ പോലെ ടോപ്പ് ഓർഡർ വലിയ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ പരിക്ക് വന്ന് പുറത്തു പോകുന്നു. ഖലീൽ അഹമ്മദിന് പരിക്ക് വന്ന് പുറത്തു പോകുന്നു. പല താരങ്ങൾക്കും ഇതുപോലുള്ള ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങൾ. ആദ്യ മത്സരങ്ങൾ ബ്രേവീസിന് നഷ്ടമാകുന്നു. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു പറഞ്ഞായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് പരിക്ക് സൂപ്പർ കിങ്സ് ആയിട്ടാണ് ഈ സീസണിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഈ പരിക്കൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. പല പല പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് ആ പ്രതീക്ഷകൾക്ക് മുകളിലേക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഈ പരിക്കുകൾ. എന്തായാലും ഈ പരിക്കുകളൊക്കെ അതിജീവിച്ച് പ്ലേ ഓഫിലേക്കുള്ള യാത്രകൾക്ക് ചെന്നൈ സൂപ്പർ കിങ്സിന് ഓൾ ദി വെരി ബെസ്റ്റ്. പക്ഷേ ചെന്നൈ ഫാൻസ് ആൻഡ് ക്രിക്കറ്റ് ഫാൻസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഓവർടൺ ഇഞ്ചുറി ചെറിയൊരു ഇഞ്ചുറി അല്ല, തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിന് മുകളിലേക്കുള്ള ഒരു ഇഞ്ചുറി തന്നെയാണ്. ഈ ഒരു ഇഞ്ചുറിയെ എങ്ങനെയായിരിക്കും, ഈ ഒരു പരിക്കിനെ എങ്ങനെയായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? അതൊന്ന് കമന്റ് ബോക്സിൽ അറിയാൻ ആഗ്രഹമുണ്ട്, ഒന്ന് പറഞ്ഞേക്കണേ.